ഹലോ എല്ലാവർക്കും ശ്രീസിവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഗുലാബ് ജാമാണ്. അപ്പോൾ ബ്രെഡും കൊണ്ടാണ് ഞാൻ ഗുലാബ് ജാം ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു 6-7 ബ്രെഡ് നമ്മൾ എടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അത് പൊടിച്ചെടുക്കുമ്പോൾ ഒരേ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിലെടുക്കുമ്പോൾ അങ്ങനെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതെല്ലാം കൂടി ചെറിയ ചെറിയ പീസാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതെല്ലാം പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പാല് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് കുഴയ്ക്കാൻ നോക്കുക. നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ അങ്ങനല്ല, ഒന്ന് നനച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നനച്ചെടുക്കുക. നമ്മൾ കൈകൊണ്ട് ഇത് ബോൾസ് ആക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വിട്ട് പോകുന്നുണ്ടെങ്കിൽ, പൊടി പോലെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഇതുപോലെ ഓരോ ബോൾസും റെഡിയാക്കുക. നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഗുലാബ് ജാമിൻ്റെ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയത്തെല്ലാം സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇട്ടേക്കുന്നത്. അപ്പം നമ്മുടെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നമ്മൾ തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുക, എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്കിത് മാറ്റാം. അപ്പോൾ ഈ ബോൾസ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പാണ് റെഡിയാക്കേണ്ടത്. അതിനായിട്ട് ഒരു 1/4 ഗ്ലാസ്, ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ ഗുലാബ് ജാമിനുള്ള ബോൾസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഈ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് അബ്സോർവ് ചെയ്തിട്ട് അതിനായിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ഈ ഷുഗർ സിറപ്പൊക്കെ ഇതിൻ്റെ അകത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്. നമ്മളൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഗുലാബ് ജാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്ത ദിവസം കാണാം. ടാറ്റ.